അത് സ്പ്ലെൻഡറിൻ്റെ ഫുൾ ഹൈറ്റ് ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചത് കൊണ്ടൊരു കാര്യമില്ല. അപ്പം എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ ഫിനിക്സ് സസ്പെൻഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ട് വീട്ടിൽ അമ്മയൊക്കെ വണ്ടിയെ കൊണ്ടുപോകുന്നു, അപ്പോൾ ഫിനിക്സ് സസ്പെൻഷൻ നമുക്ക് ഈ സാരികാട് വെക്കാൻ പറ്റും. സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് ഒരു ചാൻസ്. ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു bs6 സ്പ്ലെൻഡറാണ്. നമ്മൾ മറ്റേ എന്നാ പറയണ്ടേ യൂർബൻ സയൻസർ വെച്ച ഒരു സ്പ്ലെൻഡർ ഉണ്ടല്ലോ, അത് തന്നെയാണ് വണ്ടി. ഇതിനടുത്ത് നമ്മൾ വർക്കിന് വന്നേക്കാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഹൈറ്റ് ചെയ്യാൻ ഫുൾ ഹൈറ്റിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം ഇതുവരെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ചെയ്തേക്കാമെന്ന് വെച്ചേ. അപ്പം ഇതെന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെ ഫുൾ ഹൈറ്റ് ഇൻക്രീസിങ് എന്നാ പറയണ്ടേ കിറ്റ് എന്ന് വേണം പറയാം. ഇത്രയും സാധനങ്ങളാണ് ഒരു വണ്ടിയുടെ ഹൈറ്റ് മൊത്തത്തിൽ കൂടണമെങ്കിൽ ചെയ്യേണ്ടതും വരേണ്ട മാറ്റങ്ങളും. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ അങ്ങനെ വണ്ടിയിൽ ഹൈറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ, ആ ഒരു ഹൈറ്റ് ചെയ്തതിൻ്റെ ഫീലിങ്സ് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടത് ഇപ്പം വണ്ടി സ്റ്റോക്ക് വണ്ടിയാണ്, ഇപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചു വെച്ചിട്ടുണ്ട്. വണ്ടി സാധാ ലുക്കാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധനം എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഹൈറ്റ് ഇൻക്രീസിങ് കിറ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വന്നിട്ട് ഫ്രണ്ടിലത്തെ ഹൈറ്റ് ചെയ്യുന്ന 2.5 ഇഞ്ച് വരുന്ന ഹൈറ്റ് നെറ്റാണ്. ഇത് ഇത്രയും സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആട്ടോ. അപ്പം ഇത് 2.5 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റ് നെറ്റാണ്. ആൻഡ് ഹൈറ്റ് നെറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഹാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ലിവറുള്ള സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. ആൻഡ് ബാക്കി വരുന്ന ഫിനിക്സിൻ്റെ ഷോക്ക്, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. ഇത് നമ്മുടെ അവൈലബിൾ ആണ്, TVS ഫിനിക്സിൻ്റെ ഒറിജിനൽ ഷോക്ക്. ആൻഡ് ഫ്രണ്ടിൽ ഒരു ബൂട്ട് ഇടുന്നുണ്ട്. ഹൈറ്റ് നെറ്റിന് ഇടുമ്പോഴത്തേക്ക് ഒരു ബൂട്ട് ഇടുകയാണെങ്കിൽ കാണാൻ ഒരു വൃത്തിയായി. അതുകൊണ്ട് നമ്മളിതൊരു ഫുൾ കിറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പണി നമുക്ക് ഹൈറ്റ് നെറ്റും ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാലോ, ഫ്രണ്ട് സെക്ഷൻ മൊത്തം അഴിച്ച് താക്കണം. അപ്പോൾ നമ്മൾ അത് മൊത്തം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം അഴിച്ച് ഹൈറ്റ് നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ സ്റ്റമ്പ് മുഴുവൻ അഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റമ്പ് അഴിച്ച് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മേളത്ത് ടോപ്പ് നെറ്റ് ഉൾപ്പെടെ അഴിച്ചു. നമ്മുടെ ഹൈറ്റ് നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടിയാണ് ഈ ഹൈറ്റ് നെറ്റിൻ്റെ ഈ ഓയിൽ സീൽ അഴിച്ച് ഇതിനകത്തോട്ട് ഇടുക എന്നുള്ളത്. നമ്മൾ ഇതിനകത്തു നിന്നാണ് അഴിക്കുന്നത്. ആൻഡ് ഇതിനകത്തോട്ട് നമ്മൾ ഇടും. അപ്പം ഹൈറ്റ് നെറ്റ് ഓയിൽ സീൽ ഇട്ടാൽ മാത്രം ഇതിൻ്റെ ഓയിൽ ലീക്ക് നിൽക്കത്തില്ല. പലർക്കും ഉള്ളൊരു എന്നാ പറയേണ്ട പ്രശ്നമാണ്, ഇതിട്ട് കഴിഞ്ഞിട്ട് ഓയിൽ ലീക്ക് വരും. നമ്മൾ കൊടുത്തവർക്ക് തന്നെ പലതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ മെക്കാനിക്സിനും ആക്ച്വലി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ചിലവർ ചെയ്യാൻ മടിച്ചിട്ടാണ് ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്നാ പറയണ്ടേ അനാബോണ്ടിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് മേക്കർ റെഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. ഇതെന്ന് വന്നിട്ട് ഇതാണ് എന്നാ പറയണ്ടത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത്. നമുക്ക് ഇത് വന്നിട്ട് നമ്മൾ നല്ലപോലെ ഇതിൻ്റെ ത്രെഡിലിടുന്നു, വെച്ചിട്ട് മുറുക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ലീക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതൊന്നും ഒരു 10 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യാൻ മടിച്ചിട്ട് പലരും എന്നാ പറയണ്ടേ പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഐഡിയ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഈ വണ്ടിയിലോട്ട് ഞാൻ അതിലോട്ട് വെച്ച് മുറുക്കിയിട്ട് കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മളിത് നല്ലപോലെ അനാബോർഡ് ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ സാധാരണ ത്രെഡ് ചെയ്യുന്ന പോലെ ഇതിലോട്ട് ഇറക്കി വെച്ച് ടൈറ്റായിട്ട് ത്രെഡ് ചെയ്താൽ മതി. മുറുക്കി വെച്ചാൽ മതി. സംഭവം നല്ല പക്കയായിട്ടിരുന്നുള്ളൂ, ഒരു സീനും ഇല്ല. അപ്പോൾ ജസ്റ്റ് മുറുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്റ്റമ്പ് താഴോട്ട് പുള്ളിയിട്ട് മുറുക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അയറും തള്ളിയിട്ട് മുറുക്കണം. സോ അപ്പോൾ നമ്മൾ സ്റ്റമ്പ് നല്ല രീതിക്ക് എന്നാ പറയണ്ട നീറ്റായിട്ട് സീൽ ചെയ്ത് നമ്മൾ മുറുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിലിപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ ഉണങ്ങി നല്ലൊരു സീല് പോലെ ആവും. അപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതിലൊരു ബൂട്ട് ഇട്ടിട്ട് നേരെ വണ്ടിയോട്ട് കയറ്റാമെന്നുള്ള അടുത്ത ടാസ്ക് ഉള്ളൂ. അപ്പോൾ അവിടെ ശരിയാണ് കാണിച്ചത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ സ്റ്റമ്പിൽ ഫോർക്ക് ബൂട്ട് ഇട്ട് കണ്ടല്ലോ, ഫോർക്ക് ബൂട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഈ സ്റ്റമ്പ് വണ്ടിലോട്ട് കയറ്റുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണ സ്റ്റോക്കിൽ സ്റ്റമ്പും മൾഗാടൊക്കെ വരുന്ന പോലെ സംഭവം കയറ്റി വെക്കുക. അപ്പോൾ ഫ്രണ്ട് സെക്ഷൻ കയറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് സെക്ഷൻ കയറി അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട് വണ്ടി. ഇനി കറക്റ്റ് ഹൈറ്റ് വ്യത്യാസം വരാൻ നമ്മൾ പുറകെ കയറ്റുമ്പോൾ കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഹൈറ്റ് നെറ്റ് കറക്റ്റ് സൂട്ടായിട്ടുണ്ട്, പക്കയായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഫ്രണ്ട് സെക്ഷനിൽ നമ്മുടെ ലൈനർ കാര്യങ്ങളൊന്നും മാറേണ്ട വന്നില്ല. മൾഗാടല്ലാതെ തന്നെ എല്ലാം പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിലത്തെ ഇനിയും ഫോൾഡും അഴിച്ചിട്ട് നമുക്കിനി ഫിനിക്സിൻ്റെ സസ്പെൻഷൻ കയറ്റാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫിനിക്സിൻ്റെ ബാക്കിലത്തെ സസ്പെൻഷൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഹൈറ്റ് നല്ലപോലെ വടി. ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചത് കൊണ്ടൊരു കാര്യമില്ല. അപ്പം എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ ഫിനിക്സ് സസ്പെൻഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ട് വീട്ടിൽ അമ്മയൊക്കെ വണ്ടിയെ കൊണ്ടുപോകുന്നു, അപ്പോൾ ഫിനിക്സ് സസ്പെൻഷൻ നമുക്ക് ഈ സാരികാട് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്ക് സാരികാട് വെക്കാൻ പറ്റും. ഞാൻ സാരികാട് വിത്ത് ഫിനിക്സിൻ്റെ സസ്പെൻഷൻ വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയാണ്. ഒബിയസ്ലി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഫ്രണ്ടും ബാക്കും ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കുറയും. അപ്പോൾ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് മാറണം, ലിവറുടെ സ്റ്റാൻഡ് മാറേണ്ട. ആൻഡ് ഇത് bs6 വണ്ടിയാണ്, സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ളതാണ്. ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ചിലരും ചോദിച്ചാൽ അന്ന് ഇതിൻ്റെ വ്യത്യാസം എന്തോളം ചെയ്തുണ്ടല്ലോ, ഏകദേശം ഇതിനെക്കാട്ടിൽ 2 ഇഞ്ച് ഈ നമ്മുടെ ലിവറുടെ സ്റ്റാൻഡ് വലുപ്പം കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിരിക്കുന്ന സ്റ്റോക്ക് സ്റ്റാൻഡ്. അതിൽ നിന്ന് നമ്മൾ ഈ സെൻസറിൻ്റെ ക്യാപ്പ് ഊരി എടുത്തിട്ട് നേരെ നമ്മുടെ ലിവറുടെ സ്റ്റാൻഡിലോട്ട് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അത് കയറ്റി വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളാണ് ഞാൻ പറഞ്ഞ പോലെ ആ സെൻസർ അയച്ച് നമ്മുടെ ലിവറുടെ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ടുണ്ട്.
ഇനി ഇത് നേരെ കയറ്റി വെച്ച് മുറിക്കാൻ മതി. കറക്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും സെൻസർ വർക്ക് ആയിക്കോളൊന്നും സീനില്ല. അപ്പോൾ ഞാനത് വച്ച് മുറുക്കിയിട്ട് വണ്ടി ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇറക്കിയിട്ടൊക്കെ കാണിച്ചു തരാം. സോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ പറയുവാണ്, ഇതൊന്ന് BS6 വണ്ടിയാണ്, എസ്റ്റെക് മോഡലാണ് സ്പ്ലെൻഡറിൻ്റെ. നമ്മൾ ചെയ്തേക്കുന്നത് പറയുന്നത് വണ്ടിയുടെ ഫുൾ ഹൈറ്റിംഗ് കിറ്റ് കയറ്റിയേക്കുവാണ്. ബാക്കിൽ ഒരു ഫിനിക്സിൻ്റെ സസ്പെൻഷൻ, ഫ്രണ്ടിൽ ഒരു 2.5 ഇഞ്ച് ആൻഡ് ഒരു ഹൈറ്റ് നെറ്റ്, പോരാഞ്ഞിട്ട് ഒരു ലിവറോടെ സ്റ്റാൻഡും കയറ്റിയിട്ടുണ്ട്. സോ ഇത്രയും സാധനം കയറ്റിയാലേ വണ്ടി ഹൈറ്റ് ചെയ്യുന്നത് കൊണ്ട് വണ്ടിക്ക് ഉപകാരമുള്ളൂ. കാരണം അത് ഫീൽ ചെയ്യണമെങ്കിൽ മാക്സിമം ഇത്ര സാധനം കയറ്റണം. അപ്പം മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെൽസ് വിശ്വാസം ഫ്രം